ഹായ് ഹലോ അർഷയാണ് അബുദാബിയിൽ നിന്ന്. ശ്രീകുട്ടിയുടെ ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയിട്ട് കയ്യിലിരിക്കുന്നൊരു ഫോട്ടോ ആണ് കേട്ടത്. നമ്മുടെ ശ്രീകുട്ടി ഉണ്ടായി കഴിഞ്ഞുള്ളൊരു ഫോട്ടോ, ശ്രീകുട്ടിയുടെ 1ാം പിറന്നാളത്തെ ഫോട്ടോയാണ് കേട്ടത്. 1ാം പിറന്നാളിന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രീകുട്ടിയുടെ കയ്യിൽ പിടിച്ച് കേക്ക് കട്ട് ചെയ്യുമായിരുന്നു. 2ാം പിറന്നാളും അങ്ങനെ ഇത്തിരി കുഞ്ഞൻ ശ്രീകുട്ടി വലിയ പെണ്ണായി 6 വയസ്സായി. ശ്രീകുട്ടിക്ക് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, 27 ഏപ്രിലിനാണ്. രാവിലെ തന്നെ നമ്മളിവിടെ വിളക്ക് വെച്ച് രജീഷയുടെയും ശ്രീകുട്ടിയും കൂടി നാമം ചൊല്ലി അവരൊരു ദിവസം അങ്ങനെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. ശ്രീകുട്ടി കൂടുതലും രജീഷയുടെ കൂടെ ഇങ്ങനെ ഇരിക്കും, നാമങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസൊക്കെ ബലൂണും ബാക്കിയുള്ള പേരുകൾ എഴുതലും കാര്യങ്ങളും ഒക്കെ രജീഷയുടെയും ശ്രീകുട്ടിയും കുട്ടും കൂടി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കേക്ക് മുറിച്ചു. കുട്ടു ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടിക്ക് ഗിഫ്റ്റായിട്ട് നമ്മൾ വാങ്ങിയത് മലബാർ ഗോൾഡിൽ നിന്നൊരു ചെയിനായിരുന്നു. ശ്രീകുട്ടിയെ സംബന്ധിച്ച് ബർത്ത്ഡേക്ക് ഗിഫ്റ്റിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ ബലൂണുകളൊക്കെ നിറച്ച് ഈ കേക്ക് മുറിക്കണം, പ്രിൻസസിൻ്റെ ഡ്രസ്സ് ഇടണം, അതൊക്കെയായിരുന്നു ശ്രീകുട്ടിയുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ കേട്ടോ. പിന്നെ അവളുടെ കരാട്ടെ ക്ലാസ്സിൽ കൊണ്ടുപോകണം, ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകണം, അതേപോലെ ക്ലാസ്സിൽ പോയിട്ട് കേക്ക് മുറിക്കണം. അങ്ങനെ ശ്രീകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 6 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. കുഞ്ഞു മോളായിരുന്നു. ഇപ്പം നമുക്ക് തോന്നുകയാണ് എത്ര പെട്ടെന്നാണല്ലേ ശ്രീകുട്ടി വലുതാവണേന്ന്. ശ്രീകുട്ടി അങ്ങനെ സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിച്ചു. അത് കഴിഞ്ഞിട്ട് കുട്ടു അവിടുന്ന് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഫ്രെയിം ചെയ്താണ് അവനും ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഈ മാല ശ്രീകുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അവൾ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ മാലയൊക്കെ ഇട്ട് കൊടുത്തു. അബുദാബിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന 2ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ശ്രീകുട്ടിയുടെ. നമ്മളൊരിക്കലും അങ്ങനെ ഫങ്ഷൻസ് ആയിട്ട് ശ്രീകുട്ടിയുടെ ബർത്ത്ഡേ വെക്കാറില്ല. വീട്ടിൽ തന്നെ നമ്മളൊരു ചെറിയ സദ്യ അറേഞ്ച് ചെയ്ത് നമ്മൾ സദ്യ പ്രിപ്പയർ ചെയ്യും, അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യും, അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങും, അതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. ഇത്തവണ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എനിക്ക് മാല മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് വാങ്ങിയത്. ഈ ഡ്രസ്സായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഡ്രസ്സ് വാങ്ങിയപ്പോൾ തൊട്ട് പിന്നെ പറഞ്ഞു, അച്ഛാ അതെ പാട്ടിടുക, ഞാൻ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ കുട്ടു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നത്. ഇത് ശ്രീകുട്ടിക്ക് നല്ല ഇഷ്ടമായി, കാരണം അവൾക്ക് ഇഷ്ടമുള്ളൊരു ഉടുപ്പിട്ടിട്ടുള്ള ഫോട്ടോയായിരുന്നു അത്. പിന്നെ ഡാൻസിൻ്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഡാൻസിൻ്റെ വീഡിയോ എടുത്ത് തന്നെ രജീഷയുടേക്ക് വയ്യാണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സദ്യ റെഡിയായി. സദ്യക്ക് അത്യാവശ്യം നല്ലപോലെ കറികളൊക്കെ ഞാൻ വെച്ചിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും ഈ ബർത്ത്ഡേക്ക് ഞെട്ടിച്ചത് മലബാർ ഗോൾഡ് ആയിരുന്നു. അവർ നമുക്ക് ഒരു ബർത്ത്ഡേ കേക്കൊക്കെ തന്നു കേട്ടോ. നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. ഈ സദ്യയിലെ എല്ലാ കറികളും ഞാൻ ശ്രീകുട്ടിക്ക് വിളമ്പിയിട്ടുണ്ടെങ്കിലും ശ്രീകുട്ടി ആകെ പപ്പടും സാമ്പാറും മാത്രമായിട്ടേ കഴിക്കുകയുള്ളൂ. സദ്യയൊക്കെ കഴിച്ച് എല്ലാ കറികളും കഴിക്കണമെന്നൊന്നും പറഞ്ഞാലും അതൊന്നും ശ്രീകുട്ടിക്ക് ബാധകമല്ലാത്തൊരു രീതിയാണ്. സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം. ശ്രീകുട്ടിയുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കേക്ക് കൊടുത്തു വിട്ടിരുന്നു, കേക്കും മിഠായിയും കൊടുത്തു വിട്ടിരുന്നു. ടീച്ചർ അപ്പം അയച്ചു തന്ന ഫോട്ടോയാണ് കേട്ടോ ഇത്. അങ്ങനെ ശ്രീകുട്ടിയുടെ ഒരു ബർത്ത്ഡേയും കൂടി കഴിഞ്ഞു. താങ്ക്